TdS equation. So ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ, അതായത് S is a function of T and B, അതായത് എൻട്രോപ്പിയെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് T and B ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ എൻട്രോപ്പി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആണ് ds. ഈ dsനെ ഇങ്ങനെ എഴുതാം, കാരണം ഇതിൽ രണ്ട് വേരിയബിൾ ഉണ്ട്, അതൊക്കെ t യും b യും. സോ dou s by dou t at a constant volume into dt plus dou s by dou v at a constant temperature into dv. This is equation number 1. അതായത് ആദ്യം ടെമ്പറേച്ചർ കൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യുന്നു, ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, dt അല്ലെ, v കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. അതുപോലെ തന്നെ വോളിയം കൊണ്ട് ഡിഫറൻസിയേഷൻ ചെയ്യുന്നു, എന്നിട്ട് t കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. ഓക്കെ, ഇനി ഇക്വേഷൻ 1 നെ ഞാൻ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, t ഇൻടു ഇക്വേഷൻ 1. അപ്പോൾ എന്താ വരിക, tds ഈക്വൽ ടു, ഓക്കെ, t ഇൻടു dou s by dou t at a constant volume into dt, okay, plus t into dou s by dou v at a constant temperature into dt. This is equation number 2. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഈ ടേം, അതായത് t into dou s by dou t at a constant volume, t into dou s by dou t, okay, at a constant volume. ഇത് എന്താണ്? അപ്പൊ ഇത് TdS തന്നെ, t ഉള്ളിലേക്ക് എടുക്കാൻ TdS എന്ന് പറഞ്ഞാൽ എന്താ, dq തന്നെയാണ് അല്ലേ, dq by dt എന്നാണ്. ഓക്കെ, at a constant volume എന്ന് പറഞ്ഞ ഇത് സാധനം എന്താണ്, ഇത് Cv ആണ്. ഓക്കെ, അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് ഇത്. അതായത് t into dou s by dou t at constant volume. അത് ആക്ച്വലി എന്താ, TdS എന്ന് പറഞ്ഞാൽ dq അല്ലേ, dq by dt at constant volume ആണ്, Cv ആണ്. അതുകൂടാതെ ഇവിടെ ഒരു കാര്യം എന്താണ്, dou s by dou v at constant temperature. ഓക്കെ, അത് എങ്ങനെ, dou p by dou t at constant volume. This is Maxwell's first relation. ഇതാണ് മാക്സ്വെല്ലിന്റെ ഒന്നാമത്തെ റിലേഷൻ. അപ്പൊ നമ്മള് ഇവിടെ രണ്ട് സ്ഥലത്തും, അതായത് ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു, Cv കൊടുക്കുന്നു, ഓക്കെ, ഇവിടെ ഞാൻ Cv കൊടുക്കുന്നു, അതുപോലെ ഈ ടേമിന് പകരം ഓക്കെ. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം, ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 3 ഉം 4 ഞാൻ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, 2 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ 3 and 4, ഓക്കെ, in ഇക്വേഷൻ 2 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ഇവിടെ Cv എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്താ വരിക, TdS ഈക്വൽ ടു എന്ത് വരും, TdS ഈക്വൽ ടു ഇവിടെ നമ്മൾ Cv dt അല്ലേ, Cv dt പിന്നെ Cv dt പ്ലസ്, ഓക്കെ, ഇവിടെ ഒരു t ഉണ്ട് അല്ലേ, അപ്പൊ t ഇൻറ്റു ഇതിന് പകരം ഈ ടേം കൊടുക്കുക, dou p, ഓക്കെ, dou p by dou t at constant volume into dv. സോ ഇതാണ് ഒരു റിലേഷൻ നമുക്ക് കിട്ടുക. സോ ദിസ് ഈസ് ഫസ്റ്റ് TdS ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് TdS ഇക്വേഷൻ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് TdS ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് TdS ഇക്വേഷൻ, സെക്കൻഡ് TdS ഇക്വേഷൻ. ഇതിൽ ഫസ്റ്റ് TdS ഇക്വേഷൻ ആണ് പറയുന്നത് S is a function of temperature and volume. ഓക്കെ, സോ ds equal to, അതായത് ഈ S ൽ രണ്ട് എൻട്രോപ്പിയെ ടെമ്പറേച്ചറിന്റെ വോളിയത്തിന്റെയും ഫംഗ്ഷൻ ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പം ds, this is perfect differential, ds equal dou s by dou t at a constant volume into dt plus dou s by dou v at a constant temperature into dv. That is equation number 1. Okay, then equation 1 നെ t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So t into equation 1, that is TdS equal to t into dou s by dou t at a constant volume into dt plus t into dou s by dou v at a constant temperature into dv. That is equation number 2. Okay, then ഈ ടേം നോക്കാം, TdS by dt. Okay, ഈ ടേം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, dq by dt at constant volume അല്ലേ. Okay,
that is CV, specific heat at constant volume. Okay, ഈ ടേമിന് പകരം CV നമുക്ക് കിട്ടി. പിന്നെ dou S by dou V at constant temperature, that is equal to dou P by dou T at constant volume. This is first Maxwell's equation. Okay, ഈ രണ്ട് കാര്യം എടുത്തിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then equation become TdS equal to CV dt plus T into dou P by dou T at constant volume into dV. This is first TdS equation. Okay, next one, second TdS equation. The second TdS equation, S is a function of temperature and pressure. First TdS equation, S is a function of temperature and volume. Second TdS equation, S is a function of temperature and pressure. So, ds equal to, okay, dou S by, okay, dou T at constant pressure into dT plus dou S by, okay, dou P at constant temperature into dT. So this is equation number 1. Equation T into equation 1. So T into equation 1. TdS equal to T into dou S by dou T at constant pressure into dT, okay, plus T into dou S by dou P at constant temperature and D. This is equation number 2. നമ്മൾ ഈ ഇക്വേഷൻ T കൊണ്ട് കൊണ്ടിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ. ഇനി നോക്കാം ഈ ടേം എന്താ? നേരത്തെ CV ആണെങ്കിൽ ഇതെന്തായിരിക്കും? CP ആയിരിക്കും. നേരത്തെ ഇവിടെ എന്താ വന്നത്? CV എന്നാണ്. ഇവിടെ എന്താ വരിക? CP. അതായത് T into dou S by dou T at constant pressure. TdS എന്ന് പറയുമ്പോൾ T ഉള്ളിലേക്ക് വരുമ്പോൾ TdS equal to dP എന്ന് വരും അല്ലേ? dQ എന്ന് വരും. That is dQ by dP. Dou P by dou T at constant pressure. This is known as CP. Known as specific heat at constant pressure. Okay, that is equation number 3. ഇനി ഇത് നമുക്ക് നോക്കാം. That is dou S by dou P at a constant temperature. That is equal to minus dou V by dou T at a constant pressure. This is second Maxwell's relation. ഇത് second Maxwell's relation. അപ്പോൾ നമുക്ക് ഇതിന് പകരം dou S by dou P at a constant temperature ന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്. Okay, so ഇതിന് പകരം നമുക്ക് CP. Okay, then equation become equation 4 will come. Equation 4 and 3 substitute 2. 4 and 3 substitute 2. Okay, അപ്പോൾ എന്താ വരിക? That is TdS equal to CP dt, CP dt minus dou V by dou T at a constant pressure into dP. Okay, so this is second TdS equation. Second TdS equation. This is second TdS equation. Okay, ഒന്നുകൂടി പറയാം. Second TdS equation S is a function of temperature and pressure. Then ds equal to dou S by dou T at constant pressure into dT plus dou S by dou P at constant temperature into dT. That is equation number 1. Then TdS equal to T into dou S by dou T at constant pressure dt plus T into dou S by dou P at constant temperature dt. That is equation number 2. Then E term T into dou S by dou T at constant pressure, that is equal to dQ by dt at constant pressure, that is equal to CP. അതുപോലെ തന്നെ dou S by dou P at constant temperature equal to minus dou V by dou T at constant pressure. This is second Maxwell's relation. ഇത് രണ്ടും നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 2 ലേക്ക് 4 and 3 substitute 2. That is TdS equal to Cp dt minus dou V by dou T at constant pressure dP. This is second TdS equation. ഇവിടെ Clausius-Clapeyron's latent heat equation. Clausius-Clapeyron's latent heat equation.
നമ്മൾ ഫസ്റ്റ് മാക്സ്വെൽസ് റിലേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഡോ എസ് ബൈ ഡോ ബി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇതിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ടി ഇൻറ്റു ഇക്വേഷൻ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ബി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു ടി ഇൻറ്റു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇവിടെ LHS നമുക്ക് എടുക്കാം. അതായത് ടി ഇൻറ്റു ഡോ എസ് ബൈ ഡോ ബി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇത് എന്താണ് പറയുന്നത്? ഈ ടി ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ടി ഡി എസ് ഡിവൈഡ് ബൈ ഡോ ബി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഈ ടി ഡി എസ് പറഞ്ഞാൽ ഡി ക്യൂ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ ദിസ് ഈസ് എന്താണ് ഇതിന്റെ മീനിങ് എന്താണ്? അതായത് ഇവിടെ ടി കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ ഇതൊരു ഐസോതെർമൽ പ്രോസസ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രോസസ്സിനെ ഒരു പക്ഷേ ഫേസ് ചേഞ്ച് ഉണ്ടാവാം, അല്ലെങ്കിൽ മെൽറ്റിംഗ് ആയിട്ട് വേപ്പറൈസേഷൻ, അങ്ങനെ ഏതൊരു പ്രോസസ്സാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്, ആ പ്രോസസ്സിലെ the change in volume, അതായത് ഒരു യൂണിറ്റ് വോളിയം ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി, അതായത് the amount of energy given when the unit change of volume of the system. അതായത് ഒരു യൂണിറ്റ് വോളിയം ചേഞ്ച് ചെയ്യാൻ എത്ര എനർജി കൊടുക്കണം. ഓക്കെ, പ്രോസസ് ഏതാ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് പ്രോസസ്. ഓക്കെ, അപ്പൊ ഒരു യൂണിറ്റ് വോളിയം ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടി എത്ര എമൗണ്ട് ഓഫ് എനർജി അവിടെ സപ്ലൈ ചെയ്യണം, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്രോസസ്സ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ അല്ലേ, അപ്പം ഐസോതെർമൽ ആയിരിക്കും, മെൽറ്റിങ്ങോ വേപ്പറൈസേഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ കൊടുക്കുന്ന എനർജി ഡി ക്യൂനെ നമ്മൾ വിളിക്കുന്ന ഒരു പേര് അല്ലേ. അത്തരം പ്രോസസ്സിൽ ഡി ക്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ദാറ്റ് ഈസ് ലേറ്റന്റ് ഹീറ്റ് തന്നെയാണ്, ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇവിടെ വി എന്നുള്ളത് ഡി വി എന്നുള്ളത് എന്തായിട്ട് വരുന്നു? V2 മൈനസ് V1. ഓക്കെ, അപ്പൊ ഡി ക്യൂ എന്നുള്ളത് എന്താ? ലേറ്റന്റ് ഹീറ്റ്. വി എന്നുള്ളത് V2 മൈനസ് V1. അപ്പൊ ഇവിടെയുള്ള, അതായത് ഇക്വേഷൻ 2യുടെ LHS ഇപ്പൊ ഇങ്ങനെയായി മാറി. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടി മാറ്റുന്നു. ദാറ്റ് ഈസ് L ഡിവൈഡ് ബൈ V2 മൈനസ് V1. ഈ LHS ഇപ്പൊ ഇങ്ങനെയായിട്ട് മാറി, ഈ LHS ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, ഇനി ഇപ്പോൾ എന്താ ഉള്ളത്? T into okay dP by dt at constant volume. dP by dt at constant volume. നോക്കൂ, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ളത് ഞാൻ എന്താക്കി മാറ്റുന്നു? പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ആക്കി മാറ്റുന്നു. പറയുമ്പോൾ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡോ പി എന്നുള്ളത് ഡി പി ആയിട്ട് മാറും. അപ്പൊ ഈ വോളിയം കോൺസ്റ്റന്റ് എന്നുള്ളത് എനിക്ക് ഒഴിവാക്കാം, കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ഞാൻ ഒഴിവാക്കി. ദാറ്റ് ഈസ് dP by dt. Let me T per unit, L divided by T into okay V2 minus V1. So this is known as Clausius-Clapeyron's latent heat equation. ഇതിനെയാണ് latent heat equation എന്ന് പറയുന്നത്. Clausius-Clapeyron latent heat equation. ഒന്നുകൂടി ഞാൻ ഇത് ബ്രീഫ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് Maxwell's first relation ആണ്. That is dou S by dou V at constant temperature equal to dou P by dou T at constant volume. That is equation number 1. Okay. Then equation 1 ine T കൊണ്ട് multiply ചെയ്യുന്നു. That is T into dou V by dou S by dou V at constant temperature equal to T into dou P by dou T at constant volume. That is equation number 2. Okay. Then ഇനി ഇവിടെ നമ്മൾ actually ഇവിടെ എന്ത് വന്നു? L divided by V2 minus V1 ഇവിടെ ചേർക്കുന്നു. അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. T into dou S by dou V at constant temperature, അതിനെ T ഉള്ളിലേക്ക് എടുക്കണം. T into dou S by dou V at constant temperature, that is equal to dQ by dV at constant temperature. That is equal to latent heat. dQ എന്ന് പറയുന്നത് എന്താണ്? latent heat ആണ്. dV എന്ന് പറയുന്നത് V2 minus V1 ആണ്. That is L divided by V2 minus V1 equal to T into dP by dt. That is dP by dt equal to L divided by T into V2 minus V1. Okay, so this equation is known as Clausius-Clapeyron latent heat equation. So applications of Clausius-Clapeyron's latent heat equation. The problem like another way. So problem: calculate under what pressure
ice freezes at 272 Kelvin if the change in specific volume when 1 kilogram of water freezes is 91 into 10 raised to minus 6 meter cube. Given latent heat of ice 3.36 into 10 raised to 5 joule per kilogram. Okay. അതായത് നമുക്കറിയാം ഐസ് അതായത് വാട്ടർ ഐസായിട്ട് മാറുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്, അതായത് 273 കെൽവിൻ. പക്ഷേ അത് -1 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രീസ് ചെയ്യണമെങ്കിൽ ഓക്കെ പ്രഷർ എന്ത് ചെയ്യണം? പ്രഷർ കൂടണം. ഓക്കെ, അപ്പൊ പ്രഷർ കൂടുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ അതായത് നമ്മുടെ പ്രസന്റ് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷർ, അത് 1 അറ്റ്മോസ്ഫിയർ. അപ്പൊ ആ പ്രഷറിൽ കൂടിക്കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രിയിൽ നിന്ന് -1 ഡിഗ്രിയിലേക്ക് കഴിയും. അതാണ് ഇവിടെ 272 കെൽവിൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര പ്രഷർ കൂടിയാലാണ് അതായത് ഫ്രീസ് ചെയ്യുന്നത്, വാട്ടർ ഫ്രീസ് ചെയ്യുന്നത് -1 ഡിഗ്രി, അതായത് വാട്ടർ ഐസായിട്ട് മാറുന്നത് -1 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്താ സംഭവിക്കുക? 0 ഡിഗ്രി സെൽഷ്യസിലാണ്, 273 കെൽവിനിലാണ് വാട്ടർ ഐസായിട്ട് മാറുന്നത്. ഓക്കെ, പക്ഷേ അതേ വാട്ടർ ഐസായിട്ട് മാറുന്നത് -1 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അവിടെ പ്രഷറിന്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം പ്രഷർ വളരെ കൂടുതലായിരിക്കും. അത് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് ക്ലോഷ്യസ് പ്രക്രിയ ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ വെച്ചിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്കറിയാം സാധാരണ ടെമ്പറേച്ചർ, അതായത് ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 273 കെൽവിനാണ് അല്ലെ, 273 കെൽവിൻ. അപ്പൊ ഇവിടെ എത്രയാണുള്ളത്? ഇവിടെ 272 കെൽവിനാണ്. അപ്പൊ 273 കെൽവിൻ മൈനസ് 272 കെൽവിൻ ദാറ്റ് ഈസ് ഈക്വൽ 1 കെൽവിൻ. അപ്പൊ dt എന്ന് പറയുന്നത് എന്താണ്? dt ഈക്വൽ 1 കെൽവിൻ. ഓക്കെ, then v2 minus v1 എന്താ? v2 minus v1 v2 minus v1 എന്താ? 91 into 10 raised to minus 6 meter. അപ്പൊ v2 minus v1 കിട്ടി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലേറ്റന്റ് ഹീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, then dt നമുക്ക് കിട്ടി. പിന്നെ t എന്ന് പറയുന്നത് സാധാരണ ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 273 കെൽവിൻ അല്ലേ. t എന്ന് പറയുന്നത് 273 കെൽവിൻ. അപ്പോൾ t എന്ന് പറയുന്നത് 273 കെൽവിൻ, v2 minus v1 എന്ന് പറയുന്നത് 91 into 10 raised to minus 6, then latent heat 3.36 into 10 raised to 5. okay, dt equal to 1 kelvin. okay, അപ്പോൾ നമുക്ക് dp കണ്ടുപിടിക്കാം. that is dp equal to dt into L divided by എന്താ t into v2 minus v1. okay, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L അല്ലേ, ഇവിടെ ഡിടിക്ക് പകരം 1 കൊടുക്കുന്നു, L ന് പകരം കൊടുക്കുന്നു 3.36 into 10 raised to 5 കൊടുക്കുന്നു, ഡിവൈഡ് ബൈ ഓക്കെ ഇവിടെ t എന്ന് പറയുന്നത് 273 into 91 into 10 raised to minus 6. ഓക്കെ, ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.352 into 10 raised to 7 Newton per meter square. ഓക്കെ, then നമുക്കറിയാം 1 അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 10 raised to 5 ന്യൂട്ടൺ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ dp എത്ര അറ്റ്മോസ്ഫിയർ ആയിരിക്കും? എന്ത് ചെയ്താൽ മതി? 1.352 into 10 raised to 7 divided by 10 raised to 5. okay, that is equal to dp equal to 135.2 atmosphere. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ പ്രഷർ എത്രയാ? 135.2 atmosphere. okay, so pressure under which ice would freezes 272 kelvin. okay, നമുക്കറിയാം 273 കെൽവിനിലെ ഫ്രീസ് ചെയ്യണമെങ്കിൽ പ്രഷർ എത്രയാ? 1 atmosphere. അപ്പം 272 കെൽവിനിലാണ്, 1 ഡിഗ്രി കുറഞ്ഞിട്ടാണ് ഫ്രീസ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും പ്രഷർ ഡിഫറൻസ് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വീടിന്റെ ടോട്ടൽ പ്രഷർ എന്താ? അതായത് 1 പ്ലസ് 1 അറ്റ്മോസ്ഫിയർ ഓർഡിനറി പ്രഷർ, അതായത് 273 ഫ്രീസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ പ്രഷർ, ഇതിന് ആവശ്യമായ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് 1 പ്ലസ് 135.2 atmosphere. That is equal to 136.2 atmosphere. അതായത് 136.2 അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഓക്കെ ഐസ്
അതായത് വാട്ടർ ഐസായിട്ട് മാറുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കില്ല, -1 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതാണ് ഈ പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. dp/dt L divided by T into V2 minus V1. ഓക്കെ, അല്ലെങ്കിൽ dp ആണ് അത് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് dp dt into L divided by T into V2 minus V1. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്കറിയാം ഓർഡിനറി ടെമ്പറേച്ചർ, ഓർഡിനറി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിൽ പിന്നെ ഫ്രീസ് ചെയ്യുന്നത് എന്താ 273 കെൽവിൻ ആണ്, 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഇവിടെ dt എന്ന് പറയുന്നത് എടുക്കാം 273 minus 272, that is 1 Kelvin. Okay, then V2 minus V1 അതുപോലെ തന്നെ 91 × 10⁻⁶ meter cube. Okay, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ T എന്ന് പറയുന്നത് ഓർഡിനറി ടെമ്പറേച്ചർ ആണ്, 273 Kelvin. ഓക്കെ, അതൊക്കെ നമ്മൾ ലേറ്റന്റ് ഹീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. dp = 1 × 3.36 × 10⁵ divided by 273 × 91 × 10⁻⁶. The equation become then the value 1.352 × 10⁷ Newton per meter square. In the atmosphere like മാറ്റണമെങ്കിൽ we know that 1 atmospheric pressure equal to 10⁵ Newton, that is dp equal to 1.352 × 10⁷ divided by 10⁵ atmosphere, that is dp equal to 135.2 atmosphere. So total pressure, okay, that is 1 plus atmospheric pressure plus 135.2 atmosphere, that is 136.2 atmosphere. Okay.